നവകേരള സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് പുറത്ത്. സർവേ CPM നേരത്തെ അറിഞ്ഞെന്നും സർക്കാർ ഉത്തരവിന് മുൻപ് സംസ്ഥാന സെക്രട്ടറി കത്തയച്ചെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. MV ഗോവിന്ദന്റെ മറുപടി ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണെന്നും കോടതി നിരീക്ഷിച്ചു. സർക്കാരിന് സർവേ നടത്താം, പക്ഷേ അത് നിയമപ്രകാരമായിരിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, നമ്മൾ രാവിലെ ബ്രേക്ക് ചെയ്ത വാർത്ത, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കോടതി ഉത്തരവ് പ്രകാരം വരുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള, കാരണം ഇതൊരു സർക്കാരിന്റെ പരിപാടി, പാർട്ടി പരിപാടി പോലെ ആകുന്നു എന്ന സംശയം കൂടുതൽ ബലപ്പെടുകയാണോ ബിനിൽ? പ്രതീക്ഷ, സാങ്കേതികമായ കാര്യങ്ങൾക്കൊപ്പം തന്നെ ഇതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഹൈക്കോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഈ ഉത്തരവ് വായിക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതിൽ കോടതി കൃത്യമായി പറയുന്നു, ഇതിലെ ഹർജിക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദങ്ങൾ എന്നത് ഇതിന്റെ രാഷ്ട്രീയ വശമാണ്. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തിയേൽക്കുന്നു. അവിടെ സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി പരിപാടി സംഘടിപ്പിക്കുന്നു. ജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ പാർട്ടി പ്രവർത്തകർക്ക് ശേഖരിക്കാനുള്ള അവസരമൊരുക്കിയാണ്. പൊതു ഖജനാവിലെ പണമാണ് ഇതിന് ഉപയോഗിക്കുന്നത് എന്നതായിരുന്നു അവരുടെ വാദം. അതിന് ഒരു ഉദാഹരണമായി അവർ കോടതിയുടെ മുന്നിൽ തെളിവായി എത്തിച്ചത് MV ഗോവിന്ദൻ നൽകിയ കത്താണ്. ആ കത്ത് കോടതിയുടെ മുന്നിൽ ഒരു തെളിവായി എത്തി. കോടതി അത് പരിശോധിച്ച ശേഷം വ്യക്തമാക്കുന്നത്, ക്യാബിനറ്റ് ഇതിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപാണ് പാർട്ടി സെക്രട്ടറിയുടെ കത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ പാർട്ടി ഇത് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നു. അതാണ് കോടതി പറയുന്നത്. ഇതിൽ ഈ ഹർജിക്കാരുടെ ആരോപണങ്ങൾക്ക് ബലം നൽകുന്ന രീതിയിലേക്കാണ് ഈ കത്ത് വരുന്നത് എന്നത്. അതോടൊപ്പം തന്നെ MV ഗോവിന്ദൻ ഇതിൽ കോടതിയിൽ അഭിഭാഷകൻ വെച്ച് ഹാജരായി മറുപടി നൽകിയിരുന്നു. അത് പൂർണ്ണമായും കോടതി അത് വിശ്വസിക്കുന്നില്ല. അതായത് അതിലൊരു ഒഴിഞ്ഞുമാറൽ, അത്തരത്തിലൊരു തന്ത്രം പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുണ്ട് എന്നതാണ് കോടതി വിശ്വസിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് സാങ്കേതികമായ വശമാണ്. അത് റൂൾസ് ഓഫ് ബിസിനസിന്റെ ലംഘനമാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ക്യാബിനറ്റിന് ഇത്തരത്തിലൊരു മന്ത്രിസഭയ്ക്ക് ഇതുപോലൊരു സർവേ നടത്തുന്നതിന്, തീരുമാനമെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിന്റെ വിശദത്തെ ചോദ്യം ചെയ്യുന്നില്ല എന്നാണ് കോടതി പറയുന്നത്. പക്ഷേ അത് നിയമപ്രകാരമായിരിക്കണം. അതാണ് ഹൈക്കോടതിയുടെ ഓർമ്മപ്പെടുത്തൽ. ചട്ടങ്ങളും നിയമങ്ങളുമുള്ള നമ്മുടെ നാട്ടിൽ അത് ലംഘിച്ചുകൊണ്ട് മറ്റൊരു നീക്കത്തിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഹൈക്കോടതി PRD വഴി 20 കോടി രൂപയാണ് ഈ പറയുന്ന പ്രോഗ്രാം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അത് തീർന്ന പരിപാടി. അപ്പോൾ ഇതിലുണ്ടായിട്ടുള്ള നഷ്ടം, അതിന്റെ സാമ്പത്തിക ചെലവുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അക്കാര്യത്തിലൊക്കെയുള്ള പണം തിരിച്ചുപിടിക്കൽ രീതി, അതിലൊക്കെ ഗൗരവത്തോടുകൂടി ഹൈക്കോടതി കാണുമോ? അതല്ല സർക്കാർ ഇനി മേൽക്കോടതിയിലേക്ക് പോവുകയായിരിക്കുമോ ചെയ്യുക? ഇനി എന്തായാലും ഈ കോടതിയുടെ നിലപാടിന് കാത്തു നിൽക്കുകയായിരിക്കുമോ? എന്താണ് സർക്കാരുമായി ബന്ധപ്പെട്ട് മറുപടിയായി ലഭിച്ച കാര്യങ്ങൾ? അല്പം മുമ്പ് നിയമമന്ത്രി P രാജീവ് കൊച്ചിയിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് വിധി പരിശോധിച്ച ശേഷം തുടർ നടപടിയിലേക്ക് പോകുമെന്നതാണ്. അതായത് ഇതിന്റെ നിയമവശങ്ങൾ, അപ്പീൽ സാധ്യത സർക്കാർ തീർച്ചയായും പരിശോധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇതിൽ പണം ചെലവഴിച്ച് കഴിഞ്ഞു. PRD വഴി ഇതിൽ 20 കോടി രൂപയാണ് മാറ്റിവെച്ചത്. അതിന്റെ ഒരു നല്ല പങ്കും ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ആ പണം ചെലവഴിക്കാനുള്ള ഉത്തരവ് തന്നെയാണ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ പണം ചെലവഴിച്ചത് നിയമവിരുദ്ധമായി മാറും. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അതിൽ മേൽക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതായത് നേരത്തെ ബിനിൽ നമ്മൾ പറഞ്ഞു വന്നത് ഒരു പൊളിറ്റിക്കൽ ആരോപണം എന്നതിനപ്പുറത്തേക്ക് കോടതി വളരെ അവധാനതയോടുകൂടി ഈ വിഷയത്തെ കാണുകയാണ്. കാരണം ധനകാര്യ വകുപ്പിന്റെ അനുമതിയില്ല, ഒബ്ജക്ഷനുണ്ട്. ആ ഒബ്ജക്ഷൻ അടക്കം മറികടന്ന് പോവുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളും ഇതൊരു കീഴ്വഴക്കമായി മാറിക്കഴിഞ്ഞാൽ അത് ഒരു ചട്ടവിരുദ്ധമാണ്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോടതി തന്നെ കാണുകയാണോ, സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിനും അപ്പുറത്തേക്ക് ഇതൊരു LDFന്റെ ഒരു തിരഞ്ഞെടുപ്പ് സ്ക്വാഡ് എന്ന നിലയിൽ ഒരു പ്രവർത്തനത്തിലേക്ക് പോവുകയും അവിടെ പണച്ചിലവും ഉണ്ടാവുകയെങ്കിൽ അതിന് എത്രത്തോളം ഗൗരവത്തോടുകൂടി കോടതി കാണുന്നുണ്ട്. അവിടെയാണ് MV ഗോവിന്ദന്റെ അടക്കം പേരുകളും ആ കമ്മ്യൂണിക്കേഷൻസ് കൂടി കോടതിക്ക് പറയേണ്ടി വരുന്നത്. സ്വാഭാവികമായും, കാരണം കോടതിക്ക് മുന്നിലേക്ക് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു കത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട രേഖയായി എത്തുകയാണ്. അതുകൊണ്ട് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് കോടതി MV ഗോവിന്ദനെ ഈ കേസിൽ കക്ഷി പോലുമാക്കിയത്. നേരത്തെ ഈ കേസിൽ കക്ഷിയല്ലാതിരുന്ന MV ഗോവിന്ദനെ ഹൈക്കോടതിയാണ് കക്ഷി ചേർക്കുന്നത്. ഗോവിന്ദന്റെ ഭാഗം കൂടി കോടതി കേൾക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിൽ റൂൾസ് ഓഫ് ബിസിനസിന്റെ ലംഘനം ഉണ്ടായിരിക്കുന്നു. അതാണ് അതിന്റെ സാങ്കേതികമായ വശം.
മന്ത്രിസഭയുടെ ഇത്തരത്തിലൊരു സർവേ നടത്താൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാരിന്റെ വിശദത്തെ ഒന്നും കോടതി ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അതെല്ലാം നാട്ടിലെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രമേ സർക്കാരിന് ചെയ്യാൻ കഴിയൂ. അവിടെയാണ് ഈ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തതായതുകൊണ്ട് മറ്റു ഒബ്ജക്ഷൻ ഒന്നും ഇല്ലാതെ ഒരു നയപരമായ ഒരു തീരുമാനമാണ് സർക്കാരിനെ സംബന്ധിച്ചെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ നിലയ്ക്ക് മേൽക്കോടതിയിലേക്ക് പോകാനുള്ള പഴുത് സർക്കാർ കാണുന്നുണ്ടോ, അല്ലെ അങ്ങനെ ഒരു പിടിവള്ളി കാണുന്നുണ്ടോ? സർക്കാർ വൃത്തങ്ങളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ക്യാബിനറ്റ് തീരുമാനം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന് പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ആ അനുമതി പിന്നീട് തേടാവുന്നതാണ് എന്ന രീതിയിലേക്കാണ് സർക്കാർ ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഹൈക്കോടതി ഉത്തരവ് പുറത്തു വന്നു കഴിഞ്ഞു. അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ളവരുമായി ഇനി നിയമമന്ത്രി അടക്കം ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും ഇതിന്റെ അപ്പീൽ സാധ്യത പരിഗണിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ബിനിൽ വിവരങ്ങൾ നൽകിയാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഈ സർവേ റദ്ദാക്കിയ കോടതി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നു എന്നുള്ളതാണ്. നവകേരള സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പൂർണ്ണമായും പുറത്തേക്ക് വരുമ്പോൾ അതിലെ ഡീറ്റെയിൽസ് സർവേ CPM നേരത്തെ അറിഞ്ഞു എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. സർക്കാർ ഉത്തരവിന് മുൻപ് സംസ്ഥാന സെക്രട്ടറി കത്തയച്ചെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. MV ഗോവിന്ദന്റെ മറുപടി ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണെന്നുകൂടി കോടതി നിരീക്ഷിച്ചു. അപ്പോൾ ബിനിൽ കുറച്ചുകൂടി കടന്ന് കോടതിക്ക് നിരീക്ഷണം നടത്തേണ്ടി വരികയാണോ? കോടതിക്ക് ഇക്കാര്യത്തിൽ അതിന്റെ രാഷ്ട്രീയ വശത്തിലേക്ക് കോടതിയിൽ ആരോപണങ്ങൾ വന്നതുകൊണ്ട് തന്നെയാണ് കോടതി അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. അതായത് MV ഗോവിന്ദന്റെ കത്ത് ഏത് സാഹചര്യത്തിലുണ്ടായി, അതിന്റെ പ്രസക്തി എന്ത്, അതിന്റെ തീയതി, അത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി പരിശോധിച്ചു. അതുകൊണ്ടാണ് ഈ മന്ത്രിസഭാ തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ പാർട്ടി സെക്രട്ടറിയുടെ കത്ത് വന്നിട്ടുണ്ട് എന്ന കാര്യം കോടതി വ്യക്തമാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും മന്ത്രിസഭയിലേക്ക് വരുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ആ ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി മുൻകൂട്ടി അറിഞ്ഞ് അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി എന്നത് വേണം ആ കത്തിൽ നിന്ന് അനുമാനിക്കാൻ. അതുകൊണ്ടാണ് കോടതി പറയുന്നത് ഈ ഹർജിക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുണ്ട്, ആ ആരോപണങ്ങൾ ഇതുമായി കൂട്ടി വായിക്കുന്ന ഒരു കാര്യം കോടതിക്ക് എടുത്തു പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. കാരണം ഇത് സർക്കാരിന്റെ പൊതുഖജനാവിലെ പണം എടുത്തുകൊണ്ട് പാർട്ടിയുടെ നടപടികൾ, അതായത് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പാർട്ടി കേഡറുകളെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലെത്തി അവരുടെ വികാരം എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള നീക്കം നടത്തുന്നു എന്നതായിരുന്നു ഹർജിക്കാരുടെ ആരോപണം. അതുതന്നെയാണ് പ്രതിപക്ഷം ആരോപിച്ചത്. പ്രധാനപ്പെട്ട 2 കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ ഹർജിയുമായി കോടതിയിലേക്ക് എത്തിയത്. ഒന്ന് എറണാകുളത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായ മുബാസ് ഓടക്കാലിയാണ് ആദ്യം കോടതിയിലേക്ക് വരുന്നത്. തൊട്ടു പിന്നാലെ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറും വന്നു. ഇവരുടെ എല്ലാം ആരോപണം എന്നത് ഇത് സർക്കാരിന്റെ പൊതു ഖജനാവിലെ പണം എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി, അതും പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ഈ സർവേ നടത്തുന്നു എന്നതായിരുന്നു അവരുടെ ആരോപണം. എന്തായാലും ഹൈക്കോടതി ഇതിന്റെ സാങ്കേതികമായ വശത്തിൽ പിടിച്ചു. അത് നടത്താൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞു. ഇതിന്റെ പണം അനുവദിച്ചത് തെറ്റായ രീതിയിലാണ് എന്ന് കണ്ടെത്തി. അതോടൊപ്പം തന്നെ കോടതി സംശയം രേഖപ്പെടുത്തുന്നത് ഈ ഹർജിക്കാർ ഉന്നയിച്ച, അവർ കോടതിയിൽ ഹാജരാക്കിയ ഈ പാർട്ടി സെക്രട്ടറിയുടെ കത്തടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. നവകേരള സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിലെ വിശദാംശങ്ങളാണ്.